വിശുദ്ധ പരിഷത്തിന്റെ 7 വാർഷിക ഉത്സവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമാജി സദ്ഭാവനാ ദിവസ്. മകര സംക്രാന്തി ദിനത്തിലാണ് ആഘോഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സത്സംഗത്തിലേക്ക് പ്രഭാഷണത്തിലേക്കും നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സാമാജിക് സദ്ഭാവനാ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ജയ് ശ്രീറാം, ജയ് ശ്രീറാം, ജയ് ശ്രീറാം. വളരെ ധന്യവാദം. സ്വാമിജിയുടെ പ്രഭാഷണത്തിന് ശേഷം അക്ഷത വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. സ്വാമി ഉദയ ചൈതന്യ നിയമ ബിരുദത്തിന് ശേഷം സന്ദീപനി സാധനാദയിൽ ചേർന്ന് വേദാന്തത്തിൽ ഗുരുദാനന്ദ ബിരുദം കരസ്ഥമാക്കി. ശേഷം സ്വാമി ചിന്മയ മിഷന്റെ ഭാഗമായി ആചാര്യ വിനോബാ ഭാവയുടെ സെക്രട്ടറിയായിരുന്ന സ്വാമി സേവാനന്ദയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഭാരതത്തിന്റെ പുരാതന ആത്മീയ ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള സേവാനന്ദ്ജിയുടെ അതുല്യമായ ആഖ്യാനങ്ങളിൽ പുതിയ മാനങ്ങൾ കണ്ടെത്തി. അതുപോലെ സ്വാമി ആയിരക്കണക്കിന് ആളുകളെ ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം എന്നീ പുണ്യ ഗ്രന്ഥങ്ങളുടെ സന്ദേശം പഠിപ്പിക്കുന്നു. ഇതിനായി ഭാഗവത വില്ലേജ് അദ്ദേഹം രൂപീകരിച്ചു. കേരളത്തിന്റെ സ്വന്തമായ ഈ ആത്മീയ ഗുരുവിനെ, സനാതന ധർമ്മത്തിന്റെ പ്രചാരകനെ ഈ അനുഗ്രഹ പ്രഭാഷണത്തിനായി വിനയത്തോടെ സുസ്വാഗതം ചെയ്യുന്നു. ജാനകീ ജീവനസ്മരണം. ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എല്ലാ ദിവസവും സന്തോഷമാണ്. നമുക്കെല്ലാവർക്കും ലോകത്തിന് തന്നെ അഭിമാനമുണ്ടാകുന്ന ശ്രീരാമസ്വാമിയുടെ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠയിലേക്ക് കടക്കാൻ പോകുന്ന ആ ഒരു ശുഭവേളയിൽ ഇന്നാണെങ്കിൽ ശ്രീരാമസ്വാമിക്ക് കാഴ്ച സമർപ്പിക്കാൻ പോകുന്ന പത്മനാഭസ്വാമിയുടെ തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ ആ പ്രതീകമായ പത്മനാഭസ്വാമിയുടെ തന്നെ പ്രതീകമായ ഓണവില്ല് അല്ലെങ്കിൽ കോതണ്ടവില്ല് ഇന്ന് കാബാജിയുടെ അയോധ്യയെക്കുറിച്ചുള്ള അതിഗംഭീരമായ പുസ്തകത്തിലെ പ്രകാശനം, ഇതെല്ലാം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അയോധ്യയിൽ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന് പങ്കെടുക്കാൻ പോകുന്നൊരു ആചാര്യനുകൂടിയാണ്. അതിനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് എന്നെ കൊണ്ടുപോകുന്നത്, അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്നത് കെ മുഹമ്മദ് എന്ന് പറയുന്ന അവിടുത്തെ IG ആണ്. അദ്ദേഹം CRPFയുടെ IG ആണ്. അപ്പം അദ്ദേഹം എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ട് വന്ന് സ്വാമി ചിദാമത്രോ സബ് വ്യവസ്ഥയാക്കിയാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഇന്ന് ഉണ്ടായി. അപ്പോൾ നമ്മൾ രാമായണത്തെയും രാമനെയൊക്കെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാണ് ഈ രാമക്ഷേത്രവും, എന്താണ് അതിൻ്റെ ഒരു മഹത്വവും നമ്മുടെ തലമുറകളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കണം. രാമൻ എന്ന് പറയുന്നത് എന്തിനാണ് ഇത്ര അധികം രാമനൊരു പ്രാധാന്യം? പ്രത്യേകിച്ച് നമുക്കറിയാം, കേരളം വളരെ പ്രബുദ്ധത ഉണ്ടെന്ന് പറയുന്ന ഒരു നാടാണ്. എന്നാൽ വലിയ പ്രബുദ്ധതയൊന്നുമില്ല. ഇത് വേറെ കാര്യം. വെറുതെ കുറേ ആളുകളെ വിമർശിക്കുന്ന പ്രബുദ്ധത മാത്രമേ ഉള്ളൂ. സംസ്കാരശൂന്യമായ പ്രബുദ്ധതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഉത്തരം കൊടുക്കണം, തലമുറകളിലേക്ക് ഉത്തരം കൊടുക്കണം. വൈ വി ആർ വർഷിപ്പിംഗ് രാമ? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? കാരണം അടുത്ത തലമുറയ്ക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പം രാമനെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ ഒരു വാക്ക് നിങ്ങളെപ്പോഴും ഓർക്കുക. രാമോ വിഗ്രഹവാൻ ധർമ്മ. രാമൻ ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. രാമൻ എന്ന് പറയുമ്പോൾ ധർമ്മം. ഈ ധർമ്മം എന്ന വാക്കാണ് ഇന്ന് നാം ഹിന്ദു സമൂഹം കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നത്. കാരണം നമ്മളത് പഠിക്കാത്തൊരു വിഷയമാണ് ധർമ്മം. നമ്മൾ ധർമ്മം എന്ന് പറയുന്നത്, പണ്ടൊക്കെ ചൊവ്വാഴ്ചകളിൽ വീടുകളിൽ കൈനീട്ടാൻ വരുന്നവർ ധർമ്മക്കാരാണ്. അങ്ങനെയാണ് ധർമ്മം എന്നുള്ളൊരു വാക്ക് പൊതുവെ വീടുകളിൽ പണ്ട് പൊതുവിനെ ഇല്ല. ധർമ്മക്കാരൻ വരുന്നത് വല്ലതും കൊടുക്കണം. പിന്നെ ധർമ്മം ഒക്കെ പറയുന്നത് ഓരോരുത്തരുടെയും കടമയെക്കുറിച്ചാണ്. ഇത് നിൻ്റെ കടമയാണ്, അല്ലെങ്കിൽ നിൻ്റെ ധർമ്മമാണ്. ഭർത്താവിനെ നോക്കൽ, ഭാര്യയെ നോക്കൽ നിൻ്റെ ധർമ്മമാണ്. അങ്ങനെയാണ് നമ്മൾ പറയാറ്. അല്ലാതെ നമുക്ക് ധർമ്മം എന്നുള്ള വാക്കായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. എന്നാൽ ഈ വാക്ക് നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടതുണ്ട്. പ്രത്യേകിച്ച് രാമൻ്റെ പ്രതിഷ്ഠയൊക്കെ വന്ന അയോധ്യയിൽ രാമക്ഷേത്രമൊക്കെ വരുമ്പോൾ, ഇനി ആളുകൾ അവിടെ പോകുമ്പോൾ, ആ ക്ഷേത്രം കാണുമ്പോൾ, ശ്രീരാമസ്വാമിയുടെ വിഗ്രഹം കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പതിയേണ്ട ചിത്രമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ.
രാമൻ വിഗ്രഹത്തിൻ്റെ പ്രതിബിംബമാണ് അല്ലെങ്കിൽ പ്രത്യക്ഷ മൂർത്തിയാണ്. വാട്ട് ഈസ് ധർമ്മം? എന്താണ് ധർമ്മം? ഈ വിഷയം നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കണം. ധർമ്മം എന്ന് പറയുന്നത് കേവലം ഒരു കടമയല്ല. ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സാധ്യതകളാണ്. ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള എന്തെല്ലാം സാധ്യതകളും എന്തെല്ലാം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കടമയുണ്ട് അവിടെ, അതൊരു ഭാഗമാണ്. പക്ഷെ അനന്തമായ സാധ്യതകൾ, അനന്തമായ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ ഓരോരുത്തരെയും വൈഭവത്തെ അത് പുറത്തെടുക്കാൻ, അത് ഉണർത്തിക്കൊണ്ടുവരാൻ, അതിന് നമുക്ക് വഴി കാണിക്കുന്ന മൂർത്തിയാണ്, പ്രതീകമാണ് ശ്രീരാമസ്വാമി. അപ്പം ശ്രീരാമസ്വാമിയെ കാണുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ശ്രീരാമസ്വാമിയുടെ ചരിത്രം, ഒരു ഹിസ്റ്ററി. അങ്ങനെ ഒരു ചരിത്രം രാമൻ ഇവിടെ ജീവിച്ച് കാണിച്ചു തന്നൊരു ചരിത്രം. പിന്നെ അതിൽ കുറേ കഥകളുണ്ട്. തീർച്ചയായിട്ടും ഏതൊരു ചരിത്രവും കൃതിയാക്കുമ്പോൾ അതിൽ കുറച്ച് കഥകൾ ചേർത്തേ പറ്റുള്ളൂ. കുറച്ചെല്ലാം അതിൽ കഥകളുണ്ട്, അത് നമുക്കറിയാം. ആ കഥകളെ നമ്മൾ കഥകളായി കണ്ടാൽ മതി. അത് ഭാഗവതത്തിലും പറയുന്നുണ്ട്, കുറച്ച് കഥകളൊക്കെ ഇതിൽ ചേർക്കാതെ നിങ്ങൾക്ക് ചരിത്രം പറഞ്ഞു തരാൻ പറ്റില്ല. എന്നാൽ മൂന്നാമത്തെ ഒന്നുണ്ട്, തത്വം എന്ന് പറയുന്നത്. ചരിത്രം, കഥകൾ, തത്വം. ഈ തത്വം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഈ തത്വമാണ് നമ്മുടെ ഹിന്ദു സമൂഹത്തിന് അറിയാതെ പോയത്. ഇസ്ലാം മതത്തിന് കുട്ടികൾ കാലത്ത് തന്നെ അവർക്ക് ഖുർആൻ പഠിക്കാനുള്ളൊരു സംവിധാനമുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിലെ കുട്ടികൾക്ക് അവർക്ക് ബൈബിൾ പഠിക്കാനുള്ള സംവിധാനമുണ്ട്. എന്നാൽ ഹിന്ദു സമൂഹത്തിലെ കുട്ടികൾക്ക് ഗ്രന്ഥങ്ങളായിട്ട് പരിചയം ചിലതൊക്കെ ഉണ്ടെങ്കിൽ പോലും ആഴത്തിൽ നമ്മൾ കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ന്യൂനതയാണ് ഇന്ന് ഹിന്ദു സമൂഹം അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു സമൂഹത്തെ വളരെ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങൾ നോക്കൂ, നമുക്ക് ഏറെ പ്രിയങ്കരിയായ ചിത്രാജി, കൂകിലമായ ചിത്രാജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതിന് എന്തൊരു അക്രമമാണ് ആളുകൾ കാണിച്ചത്, സൈബർ അറ്റാക്ക്. അതെന്തുകൊണ്ടാണ് എൻ്റെ ഇതര മതങ്ങളിലൊന്നും വരാത്തത്? എന്തുകൊണ്ട് ഹിന്ദു മതത്തിൽ? കാരണം നമുക്ക് അവബോധമില്ല. നമ്മുടെ അജ്ഞതയാണ് മറ്റുള്ളവർ മുതലെടുക്കുന്നത്. ഈ അജ്ഞത നമ്മൾ മാറ്റിയത്. അതിന് രാമനിൽ നിന്ന് നമുക്ക് ഏറെ പഠിക്കാനുണ്ട്. ഞാൻ ഈ രാമായണമായിട്ട് കൂടുതലൊന്ന് അടുത്ത് ഇടപഴകുമ്പോഴാണ് എനിക്ക് കേരളത്തിലെ രാമായണം, നമ്മൾ എഴുത്തച്ഛൻ എഴുതുന്ന മലയാളത്തിലെ രാമായണം, നമുക്കറിയാം അദ്ദേഹം എന്തെല്ലാം സ്ട്രഗിൾ ഉപയോഗിച്ചിട്ടാണ് ആ രാമായണം എഴുതിയത്. കാരണം രാമൻ്റെ കഥ മലയാളത്തിൽ പറയാൻ പാടുമോ? അങ്ങനെ പല പല പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിലായിരുന്നു. അന്നത്തെ ഭാഷ, മലയാള ഭാഷ പൂർണ്ണമായിരുന്നില്ല, വട്ടെഴുത്ത് കോലെഴുത്തുള്ള രൂപത്തിലായിരുന്നു. അതിനെ മലയാള ഭാഷയിലാക്കി രാമായണം രചിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ രാമായണത്തിൽ ഉടനീളം 4250 ശ്ലോകങ്ങളാണ് ആ രാമായണത്തിലുള്ളത്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ 7 കാണ്ഡങ്ങളിലായിട്ടുള്ളത്. ഈ 7 കാണ്ഡങ്ങളിൽ 4250 ശ്ലോകങ്ങൾ. അതിൽ ഓരോ ശ്ലോകത്തിലും ഒന്നുകിൽ രാ എന്ന അക്ഷരം കാണും, അല്ലെങ്കിൽ മാ എന്ന അക്ഷരം കാണും. രാമ രാമ രാമ, ഒന്നുകിൽ രാ കാണും, അല്ലെങ്കിൽ മാ. അതിൽ 3 ശ്ലോകങ്ങൾ ഈ രായുമില്ല മായുമില്ല. 3 ശ്ലോകങ്ങൾ. നിങ്ങളൊന്ന് പോയി കണ്ടുപിടിക്കുക 3 ശ്ലോകങ്ങൾ. പ്രഭാഷണത്തിൻ്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, കാരണം അതുവരെ നിങ്ങളോട് ഇരിക്കണം. രാമായണത്തിൽ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിൽ അതാ പറയുന്നത്, അതിൽ 3 ശ്ലോകങ്ങളിൽ മാത്രം ഏതക്ഷരങ്ങളില്ല, രായുമില്ല, മായും. ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ എത്ര പേരുണ്ട്? ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവർ, അതാ പറഞ്ഞത് നമ്മൾ അത്രയും അറിവുള്ളവരാണ്. നമ്മളാരും ഇതിനെക്കുറിച്ചൊന്ന് കേട്ട് മനസ്സിലാക്കി. അപ്പം നാം മനസ്സിലാക്കണം എന്താണ് ഈ രാമൻ്റെ മഹത്വം, രാമമന്ത്രത്തിൻ്റെ മഹത്വം, രാമധർമ്മത്തിൻ്റെ മഹത്വം. ഇപ്പം ശ്രീരാമസ്വാമി നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നൊരു കാര്യം, ഓരോ വ്യക്തിയും അവനവൻ്റെ ജീവിതത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് മനസ്സാണ് മനുഷ്യൻ. മനസ്സാണ് മനുഷ്യൻ. മനുഷ്യൻ മനസ്സാണ്. കാരണം മനസ്സ് ദുർബലമായ, മനസ്സ് തളർന്നു പോയാൽ ജീവിതം തളർന്നു. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ, അതിൻ്റെ സാധ്യതകളെ നമുക്ക് കണ്ടെത്തണം. അപ്പം മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ സാധ്യതയാണ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദൈവീകമായ, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ബ്രഹ്മതത്വം, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈശ്വരീയത, ദൈവീകത. ആ ദൈവീക ശക്തിയിലേക്ക്
മനുഷ്യ മനസ്സിനെ ഉണർത്താൻ സാധിച്ചാൽ, ഉയർത്താൻ സാധിച്ചാൽ, ജീവിതത്തിൽ ഒരിക്കലും ഊർജമില്ലാത്ത, ദുർബലനായ, അവശനായ ഒരു വ്യക്തിയായി അയാൾ മാറുന്നു. ഇന്ന് നമ്മൾ നോക്കും, നമ്മുടെ സമൂഹം, ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ നോക്കൂ. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്, ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ താളം തെറ്റി ജീവിക്കുന്നത്, ജീവിതത്തിൽ ഇരിക്കാൻ വേണ്ടി പുറം ലോകങ്ങളിൽ പോകുന്നത്, അച്ഛനമ്മമാർ കഷ്ടപ്പെടുന്നതൊക്കെ നമ്മുടെ ഹിന്ദു സമൂഹത്തിലാണ്. എന്തുകൊണ്ട് പറ്റി? ഒരു അവശ്യ സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഊർജമുള്ള, കരുത്തുള്ള, ശക്തിയുള്ള, പ്രതിസന്ധികളെ നേരിടാൻ സാധിക്കുന്ന കുട്ടികൾ എവിടെ ഉണ്ടെന്ന്? എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പോഴേക്കും ആത്മഹത്യയാണ് ചിന്തിക്കുന്നത്. ജീവിതം താളം തെറ്റും. ഇവിടെയാണ് രാമൻ നമുക്ക് കാണിച്ചു തന്നത്. ശ്രീരാമസ്വാമിയുടെ ജീവിതം ഉടനീളം നോക്കൂ നിങ്ങൾ, വളരെ ഊർജ്ജസ്വലനായിട്ടും വേറൊരു വശത്ത് തൻ്റെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ വളരെ ധൈര്യത്തോടും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന രാമൻ. ഇതെവിടുന്ന് സാധിച്ചു രാമന്? ചെറുപ്പത്തിൽ തന്നെ ശ്രീരാമസ്വാമിക്ക് അങ്ങനെയൊരു ഗുരുത്വം കിട്ടി. ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ ഗുരുത്വമാണ് വസിഷ്ഠ മഹർഷിയിലൂടെയും വിശ്വാമിത്ര മഹർഷിയിലൂടെയും കിട്ടിയ ജീവിത ദർശനം. എന്താണത്? വിശ്വാമിത്ര മഹർഷി ശ്രീരാമസ്വാമിയോട് പറയുന്നത്, കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്യത. നമ്മുടെ ഹിന്ദു സമൂഹം ഇതൊന്ന് ഉൾക്കൊള്ളണം. കാലത്ത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് രാമ എണീക്കേണ്ടതുണ്ട്. രാമനോടാണ് പറഞ്ഞു കൊടുക്കുന്നത്, ശ്രീരാമസ്വാമിയോടാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിശ്വാമിത്ര മഹർഷി പറയാണ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എണീക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മളിതൊക്കെ എത്രയോ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ എന്താണ് ഇതിൻ്റെ ഒരു സയൻസ്? ഇത് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? ഇന്ന് കുട്ടികൾ സയൻസ് പഠിക്കുന്നുണ്ട്, ഫിസിക്സ് പഠിക്കുന്നുണ്ട്, കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ബയോളജി പഠിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ട്. പക്ഷേ വാട്ട് ഈസ് ദ റിലവൻസ്? ഇതുമായിട്ട് എന്താ ബന്ധം? ഈ രാവിലെ എണീക്കുന്ന എന്താ സയൻസ്? പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ആ സൂര്യൻ്റെ ഉദയം വരുമ്പോഴാണ് പ്രകൃതിയിൽ ഓരോ കോശങ്ങളും ഓരോ സെല്ലുകളും വികസിക്കുന്നത്. കാണിച്ചു കൊടുക്കണം വീട്ടിൽ. ചില കുട്ടികൾ, കൊച്ചു കുട്ടികൾക്ക് അത് മനസ്സിലാവും. ഒരു പൂവിൻ്റെ മുട്ട്, ചെമ്പരത്തി പൂവിൻ്റെ ഒരു മുട്ടെടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് അങ്ങ് ഇട്ട് വയ്ക്കുക. രാത്രിയിൽ സൂര്യോദയം വരുമ്പോൾ ആ റബ്ബർ ബാൻഡ് ഇട്ടിരിക്കുന്ന ആ പൂവിൻ്റെ മുട്ട് വിടരുമോ? 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 വിടരില്ല, നമുക്കറിയാം. കാരണം അത് വിടരാൻ പറ്റാത്ത വിധത്തിൽ നമ്മളതിനെ കെട്ടിപ്പൂട്ടി വെച്ചു. ഇതുപോലെയാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലുകളും, ബ്രെയിൻ സിസ്റ്റത്തിലെ ഓരോ സെല്ലുകളും കോശങ്ങളും വികസിക്കുന്ന സമയമാണ് രാവിലെ. അത് കിടന്നുറങ്ങരുത്. ആ സമയത്ത് ഉണരുമ്പോഴാണ് ഒരു ശരീരത്തിന് വേണ്ടുന്ന ആത്മീയ ഊർജം, ആത്മീയ ശക്തി കിട്ടുന്നത്. നമ്മുടെ കുട്ടികൾക്കത് പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു കൃത്യനിഷ്ഠ വേണമെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? രാമനെ വെറുതെ പൂജിച്ചാൽ മാത്രം പോരാ, രാമനിൽ നിന്നും ധർമ്മത്തെ മനസ്സിലാക്കണം. അവനവൻ്റെ ആദ്യത്തെ ധർമ്മം എന്ന് പറയുന്നത് അവനവൻ്റെ മനസ്സിനെ ഉണർത്തുന്ന, ഉയർത്തുന്ന ഒരു ജീവിതചര്യയാണ്, കൃത്യനിഷ്ഠയാണ്. ഈ കൃത്യനിഷ്ഠ നമ്മുടെ കുട്ടികളിലേക്ക് കൊണ്ടുവരുമ്പോൾ രാമനെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും, ശ്രീരാമസ്വാമി, അങ്ങയുടെ ജീവിതത്തിൽ നിന്നും എനിക്ക് എൻ്റെ ജീവിതം പരിവർത്തനം വരുത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കുട്ടികൾക്ക് പറയാൻ സാധിക്കണം. അപ്പോഴാണ് രത്നാകരൻ്റെ കഥയ്ക്ക് റിലവൻസ് ഉണ്ടാകുന്നത്. രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൻ, കൊള്ളരുതാതെ നടന്ന് ജീവിച്ച് മറ്റുള്ളവരെ ഉപദ്രവിച്ച് നമുക്കറിയുന്ന കഥയാണ്. ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ മഹാത്മാക്കൾ ഒന്ന് ചോദിക്കുകയാണ്, നീ ചെയ്തു കൂട്ടുന്നതൊക്കെ നിൻ്റെ ഭാര്യയും മക്കളും അനുഭവിക്കുക. അദ്ദേഹം ഭാര്യയോടും മക്കളോടും ചെന്ന് ചോദിച്ചു, നിങ്ങൾ അനുഭവിക്കുമോ? അവർ പറഞ്ഞു, ആ ഭാര്യയെ നമ്മൾ തൊഴുതു പോകണം, അത്ര ഗംഭീരയാണ്. ആ ഭാര്യയാണ് പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവം എറണാകുളത്താണ് സംഭവിച്ചെങ്കിൽ എന്തായിരിക്കും? ഭർത്താവ് വന്ന് ചോദിക്കുകയാണ്, നോക്കൂ, ഞാൻ ചെയ്തു കൂട്ടുന്നതൊക്കെ ഞാൻ പിന്നീട് അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. നിൻ്റെ അഭിപ്രായം എന്താ ഈ കാര്യത്തിൽ? നീയും കൂട്ടും എൻ്റെ കൂടെ ഉണ്ടാവുക. ഉടനെ ഭാര്യ എന്താ പറയാ? ചേട്ടൻ വിഷമിക്കാണ്ടിരിക്കും, നമുക്കൊരു വഴി ഉണ്ടാക്കണം. ചേട്ടൻ വിഷമിക്കാണ്ടിരിക്കും, നമുക്കൊരു, അങ്ങനെയാണോ പറയേ? അങ്ങനെയാണോ പറയുക? നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമോ? നിങ്ങൾ ആരെങ്കിലും പറയൂ ഇല്ലയോ? പറയൂ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പം നിങ്ങൾ രാമായണം നോക്കി കോപ്പി അടിച്ച് പറയും. പൊതുവേ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങനെയാണോ വരിക? ആണോ വരിക? ഇനി ഭാര്യ പറഞ്ഞു വയ്ക്കുക, നിങ്ങളൊക്കെ ചെയ്തു കൂട്ടുന്നത് മനുഷ്യ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടിയിരുന്നാണ്. പിന്നെന്താ സംഭവിക്കുക? പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതല്ല. അപ്പം അറിയാലോ, ഇവിടുത്തെ നമ്മുടെ എന്താ രത്നാകരന്മാരും ആത്മീയാവാത്തതിൻ്റെ കാരണം എന്നുള്ളത്.
ഇനി രണ്ടാമത്താണെങ്കിൽ വക്കീലിനെ കാണാൻ പോകും. ഉണ്ടോ? ഇനി നിന്റെ കൂടെ ജീവിക്കുന്ന പ്രശ്നമില്ല. ഇനി വേറൊരു സ്ഥലത്ത് വേറൊരു ആള് പറഞ്ഞിട്ടുണ്ടാവും, ചേട്ടൻ അവിടുത്തെ കൂടെ ഇങ്ങോട്ട് വന്നോളൂ, ഞാൻ നോക്കി പോകാം, വേറെ അക്കൗണ്ട് പോകുന്നുണ്ടോ? ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആണോ അല്ലേ? എന്നാൽ ഇവിടെ നോക്കൂ, ആ ഭാര്യ പറയുകയാണ്, നിങ്ങൾ ചെയ്തു കൂട്ടുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കണം, കർത്താവ് അന്യം ഭുജിക്കുമോ എന്ന് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സുണ്ടല്ലോ. ഇവിടെയാണ് നമ്മളെ കുട്ടികളൊക്കെ പഠിക്കേണ്ടത്. ജീവിതത്തിൽ ഇനി ആരുമില്ല, കൂടെയുള്ളവരുമില്ല, ഞാൻ അനുഭവിക്കേണ്ടത് ഞാൻ അനുഭവിക്കണം. ആ ഒരു പ്രതിസന്ധിയിലാണ് പല കുട്ടികളും ആത്മഹത്യ ചെയ്യുന്നത്. ഇതൊരു സൂയിസൈഡൽ പോയിന്റാണ്. ഇനി എൻ്റെ കൂടെ ആരും ഇല്ല. പക്ഷേ രത്നാകരനത് തോന്നിയില്ല. അദ്ദേഹം റെയിൽ പാളത്തിന് നിലവയ്ക്കാൻ പോയില്ല, അദ്ദേഹം കായലിൽ ചാടാൻ പോയില്ല, അദ്ദേഹം കയറന്വേഷിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മുന്നിൽ മഹാന്മാരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവത്തിനറിയാം ഉത്തരം തരാൻ അവർക്ക് സാധിക്കുന്നു. ഉണ്ടോ ഇല്ലയോ? ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഉത്തരം കൊടുക്കാൻ ആരുമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഉത്തരം കൊടുക്കാൻ ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ ഇങ്ങനെ ആത്മഹത്യ പെരുകിക്കൂടുന്നത്. അവിടെയാണ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഉത്തരം കിട്ടണമെങ്കിൽ, ഒരു ഗുരുത്വം ഉണ്ടാവണമെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു സമ്പർക്കം ഉണ്ടാവണമെങ്കിൽ ഒരല്പം ഒരു സുഹൃതം ചെയ്തു വെക്കണം. വേണ്ടേ? വേണോ വേണ്ടയോ? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഭാര്യ ചെയ്ത ആ ഒരു സത്സംഗമായിരിക്കാം, ഭാര്യയുമായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് സമ്പർക്കമായിരിക്കാം ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ, ആ മഹാന്മാരുടെ അടുത്തേക്ക് വീണ്ടും ചെല്ലാൻ തോന്നിയത്. ആണോ? നിങ്ങളത് ആലോചിച്ച് നോക്കുക. ആ ഒരു സമയം രത്നാകരൻ പോയില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു കൃതി ഉണ്ടാവില്ല. നമുക്ക് രാമനെ തന്നെ കിട്ടുമായിട്ടില്ല. രത്നാകരൻ അങ്ങോട്ട് പോകാൻ തോന്നുന്നു അല്ലേ? ആ സമയത്ത് തോന്നുന്നു ഒരു ഗുരുത്വം വേണ്ടേ, ഒരു സംസ്കാരം വേണ്ടേ? ആ രത്നാകരൻ ചെല്ലുന്നു. മഹർഷിവര്യന്മാർ കൈപിടിച്ച് സ്വീകരിച്ചുകൊണ്ട് പറയുന്നു, വിഷമിക്കണ്ട, ഏത് പാപത്തിൽ നിന്നും, ഏത് ദുരിതത്തിൽ നിന്നും, ഏത് ദുരന്തത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കും. മനുഷ്യ മനസ്സിന് ദുരിതങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുമെന്ന് ഈ രത്നാകരനോട് മഹാന്മാർ പറയുന്നുണ്ടല്ലോ. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ളൊരു വാക്കാണ്. സംഭവിച്ചത് എന്താവട്ടെ, പരാജയങ്ങൾ എന്താവട്ടെ, നിങ്ങൾക്ക് പുറത്ത് കിടക്കാനുള്ള കഴിവും സാധ്യതയും നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതൊന്ന് തൊട്ട് ഉണർത്തണ്ടേ? അതിനൊന്ന് കൊട്ടി ഉണർത്തണ്ടേ? തട്ടി ഉണർത്തണ്ടേ? വേണോ? പറയുക നിങ്ങൾ. രാമായണം മുഴുവൻ അതല്ലേ? രാമായണം നമ്മൾ കൊണ്ടു നടക്കുന്ന ശ്രീരാമസ്വാമിയുടെ ചരിത്രത്തിൽ മുഴുവൻ ഈ തട്ടി ഉണർത്തലാണ്. ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് വേണ്ടി ഹനുമാൻ സ്വാമി പറഞ്ഞയക്കുമ്പോഴും അവിടെയും നിങ്ങൾക്ക് കാണാം ഇതുപോലൊരു തട്ടി ഉണർത്തൽ. ഒരു ഘട്ടത്തിൽ വാനരന്മാർക്ക് സംഭാവിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, സീതാദേവി ലങ്കയിൽ അശോകവനെ ശിംശിത വൃക്ഷച്ചുവട്ടിലുണ്ടെന്ന്. പക്ഷെ ആര് കൊണ്ടുവരും? നിങ്ങൾ നോക്കൂ, രാമായണത്തിൽ വീമ്പ് പറയുന്നത് കാണാം. 50 യോജന ഞാൻ ചാടും, 20 യോജന ചാടും, 10 യോജന ഉണ്ടാവില്ലേ? ആരും ചാടാനില്ലാത്തൊരു ഘട്ടത്തിൽ ഇവിടെ ജാമ്പവാൻ ചെന്ന് പുറത്ത് തട്ടിക്കൊണ്ട് പറയണം, പണ്ട് 300 യോജന ചാടിയത് ഓർമ്മയില്ലേ? സൂര്യനെയും ഫലമായി കണ്ട് ചാടിയത് ഓർമ്മയില്ലേ? എന്നുള്ള പഴയ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ ഹനുമാൻ സ്വാമിയുള്ള ഊർജവും ശക്തിയും ഉണർത്തിക്കൊടുത്തപ്പോൾ പിന്നീട് ഹനുമാൻ മാറി ചാടുന്നൊരു രംഗമുണ്ട്. ആ സമയത്ത് ഉണർത്താൻ ഒരു ജാമ്പവാൻ ഇല്ലായിരുന്നെങ്കിൽ രാമായണത്തിൻ്റെ ഗതി എന്താകുമായിരുന്നു? ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടേക്കാണ് നമുക്ക് രാമായണം നമുക്കിന്ന് ആവശ്യമായി വരുന്നത്. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ജാമ്പവാൻ ഉണ്ടാവണം. നിങ്ങളിൽ ഓരോരുത്തരിലും ഒരു ഗുരുത്വമുള്ള ഗുരുക്കന്മാരുണ്ടാവണം. നാളെ നിങ്ങളുടെ മക്കൾ ഒരു വിഷമം പറയുമ്പോൾ, ഒരു ദുഃഖം പറയുമ്പോൾ പുറത്തു കടക്കാൻ ഉള്ളിൽ ശക്തിയുണ്ട്, പുറത്തു കടക്കാനുള്ള വൈഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധർമ്മം, ആത്മധർമ്മം. ആത്മധർമ്മം ആദ്യം അവനവനെ ഉയർത്തുന്ന ധർമ്മം നമ്മൾ അനുഷ്ഠിക്കണം. അവനവനോടുള്ള അവനവൻ്റെ ധർമ്മം മനസ്സിലായില്ലേ? ഇതാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ആത്മീയത, സ്പിരിച്വാലിറ്റി. ഇതൊരു ദൈവത്തിൻ്റെ മുന്നിൽ പോയി കൈകൂപ്പി കേണപേക്ഷിക്കുന്നതല്ല. അതിനൊരു തപസ് വേണം, അതിനൊരു കൃത്യനിഷ്ഠമായ ജീവിതം വേണം, അതിന് ചില അനുഷ്ഠാനങ്ങൾ വേണം. ഇവിടെ രത്നാകരൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? രാമ രാമ എന്ന് ജപിക്കാനാണ്. നമുക്കത് കേവലം ഒരു മന്ത്രമാണ്. എന്താണ് രാമരാമ? നിങ്ങൾ ആരെങ്കിലും ആ മന്ത്രത്തെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമരാമ എത്ര കാലമായി നമ്മൾ കേൾക്കുന്നു. എന്താണ് ഈ രാമരാമ? രാ എന്ന അക്ഷരവും മാ എന്ന അക്ഷരവും താരക മന്ത്രമാണ്, താരക ബ്രഹ്മ മന്ത്രമാണ് എന്നൊക്കെ പറയും. എന്താണ് രാമ? അതിനൊരു മഹത്വം.
രാമനാമത്തിൻ്റെ മാധുര്യം എന്താണ്? ഞാൻ പറഞ്ഞു, എഴുത്തച്ഛൻ തൻ്റെ 4250 ശ്ലോകങ്ങളുള്ള കൃതികളിൽ 3 ശ്ലോകം ഒഴികെ എല്ലാറ്റിലും ഒന്നുകിൽ രാ എന്ന അക്ഷരം അല്ലെങ്കിൽ മാ എന്ന അക്ഷരം. എന്താ ഇതിൻ്റെ ഒരു മഹത്വം? എന്താണ് രാ, എന്താണ് മാ? നമ്മളതിനെ ഒന്ന് ശാസ്ത്രീയമായി നോക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും രാ എന്നൊന്ന് ഉറക്കെ പറയും. രാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാക്ക് മേലെ തൊടുന്നുണ്ട്, ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? രാ എന്ന് പറയുമ്പോൾ നമ്മളിലൊരു ഊർജം കൂടുകയാണോ? രാ എന്ന് നമ്മൾ ഒന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ നമ്മളിലൊരു ശക്തി ഉണരുകയാണോ? ആണോ? ഈ രാ എന്ന അക്ഷരം അത് പ്രകാശത്തിൻ്റെയാണ്. രവി, സൂര്യൻ അക്ഷരം. രാ എന്നത് ചൂടിൻ്റെയാണ്, ശക്തി. രാ എന്നത് പ്രാണന്റെയാണ്, കാരണം ഉണരുക, മുകളിലേക്ക് ശക്തി ഉണർത്തുക. ഇപ്പൊ രാ എന്നൊരക്ഷരം ശക്തിയുടെ പ്രതീകമാണ്. രാ പ്രാണശക്തി ഉണർത്തണം. മനുഷ്യൻ പ്രാണശക്തി ഉണർത്തിയിട്ടില്ലെങ്കിൽ, അവന്റെ തലച്ചോറിൽ വേണ്ടത്ര പ്രാണശക്തി ഇല്ലെങ്കിൽ ജീവിതം എത്ര നിങ്ങൾ ഭക്തിയുള്ളവരായാലും, സാധാരണ ഭക്തി അമ്പലത്തിൽ പോകുന്നവരായാലും, എങ്ങനെയൊക്കെ നിങ്ങൾ ഉദ്യോഗത്തിൽ ജീവിച്ചാലും സൗകര്യത്തിൽ ജീവിച്ചാലും ഒരു ദിവസം പണി തീരും. കാരണം ഈ ശരീരം മുഴുവൻ ചലിക്കണമെങ്കിൽ ഒരു 84,000 നാഡികളിലൂടെ പ്രവർത്തിക്കുന്ന പ്രാണശക്തി ഉണർത്തേണ്ടതുണ്ട്. കോതണ്ഡപാണിയായ രാമൻ നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് ഊർജ്ജസ്വലതയുള്ളൊരു ജീവിതമാണ്. മരിക്കുന്നത് വരെ ഊർജ്ജമുള്ളവരായി തീരണമെങ്കിൽ പ്രാണനെ ഉണർത്തേണ്ടതുണ്ട്. ഇപ്പം രാമ എന്ന് ജപിക്കുമ്പോൾ രാ എന്ന അക്ഷരം പറയുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളുടെ പ്രാണശക്തി ഉണരുന്നുണ്ട്. പ്രാണശക്തി ഉണർത്തുന്ന, ശരീരത്തിൻ്റെ ഊർജം കൂട്ടുന്ന മന്ത്രം ഒരക്ഷരം രാ. അതിങ്ങനെ ജപിച്ച് 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 ആ ശക്തി തലച്ചോറിലേക്ക് എത്തുമ്പോൾ, ആ തലച്ചോറിൻ്റെ ശക്തി കൂടുമ്പോൾ സകല നാഡികളുടെയും 84,000 നാഡികളിലേക്ക് ഊർജപ്രവാഹം വരുമ്പോൾ സ്ട്രോക്ക് അടിച്ച് ചത്തുപോകില്ല. മരിക്കുന്നത് വരെ ഊർജമുള്ളവരായി തീരും. ഇത് നോക്കൂ, നമുക്ക് ജീവിതത്തിൽ മരിക്കുന്നത് വരെ ഊർജമുണ്ടാവാൻ എന്താ വഴി? അതല്ലേ മദ്യം ഇങ്ങനെ വിറ്റഴിക്കുന്നത്. ആളുകൾ ഊർജത്തിന് വേണ്ടി പോവുകയാണ്. നമ്മുടെ സമൂഹം നോക്കൂ, നമ്മുടെ തലമുറകൾ നോക്കൂ, കുട്ടികൾ നോക്കൂ, എന്താണ് ഊർജത്തിന് വേണ്ടി കുറേ പല ഡയറ്റിങ് ചെയ്യുന്നു, പല ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിക്കുന്നു, അവസാനം എത്തുന്നത് നോക്കൂ. നിങ്ങളുടെ വീടുകളിലേക്ക് നോക്കൂ, നമ്മുടെ കുട്ടികൾ നല്ലൊരു ശതമാനം പോകുന്നത് ജിമ്മിൽ പോവുകയാണ് ഊർജ്ജമുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഒരു ദിവസം നമ്മൾ ഏൽക്കുന്ന ആളെ സ്ട്രോക്ക് അടിച്ച് പോയി എന്നുള്ളതാണ്. ഒരു അല്പനേരം ഈ ക്ഷേത്രങ്ങളിൽ വന്നാൽ മതി. രാവിലെ ഒന്ന് കാലത്തെണീറ്റ് ഒരു 5-5:30 വന്നൊന്ന് പ്രദക്ഷിണം വെക്കട്ടെ കുട്ടികൾ. 108 തവണ രാമമന്ത്രം ജപിച്ച് ഹരേ രാമ എന്നോ ജയ് ശ്രീറാം ജയ് ശ്രീറാം ജയ രാം ജയ് ജയ് ശ്രീറാം ഏതെങ്കിലും ഒരു മന്ത്രം ജപിച്ചുകൊണ്ട് ഒരു 108 തവണ ജപിച്ചൊന്ന് ശീലിക്കട്ടെ. ജീവിതം അന്ത്യം വരെ ഊർജ്ജം നിലനിർത്താം. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടോ അറിയില്ല, ആചാര്യ വിനോബാവെ. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അവസാനം മരിക്കുന്നതാണ്. 7 ദിവസം ആചാര്യ വിനോബാവെക്ക് മരണക്കെട്ടായിരുന്നു. 7 ദിവസം പാനിബിനെ ഒരു സാധനമില്ല, വെള്ളവുമില്ല, ഭക്ഷണവുമില്ല. അദ്ദേഹത്തിൻ്റെ ചെയറിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ജപിക്കുന്ന ഒരു മന്ത്രമുണ്ട്, രാം ഹരി രാം ഹരി രാം ഹരി രാം ഹരി. അതിങ്ങനെ ചുണ്ടുകൊണ്ട് ജപിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ആചാര്യ വിനോബാവെ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ വലം കൈ. അവർ പൈപ്പ് എടുത്ത് വന്നു. ആചാര്യ വിനോബാവെ ഭക്ഷണം കഴിക്കുന്നില്ല. അവർ ഡോക്ടർമാരുടെ വലിയൊരു സംഘമായിട്ട് വന്നു. ആചാര്യ വിനോബാവെ പറഞ്ഞിട്ട് എൻ്റെ ദേഹത്ത് ആരും ട്രീറ്റ്മെൻറ്റ് ചെയ്യരുത്, എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത്. അദ്ദേഹം മൗനപ്രദത്തിന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞു, പ്രധാനമന്ത്രിയിൽ ആര് വന്നാലും എന്നെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. 7 ദിവസം ഭാഗവതത്തിൽ പരീക്ഷിത്ത് മഹാരാജാവ് എപ്രകാരമാണോ 7ാമത്തെ ദിവസം ശരീരോപേക്ഷിച്ചത്, 7ാമത്തെ ദിവസമാകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാല് അവസാനം ചുണ്ടും കാലിലെ വിരലും മാത്രമേ ഇളകിയിരുന്നുള്ളൂ, ബാക്കിയെല്ലാം നിശ്ചലാണ്. അവസാനം കാലിൻ്റെ ഇളക്കവും നിന്ന് അവസാനം ആ ഹരീന്ന് പോലും പറയാൻ പൂർണ്ണമാവാൻ നിന്നില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതിൽ ചരിത്രം. അപ്പം മരിക്കുന്നത് വരെ ഊർജം നിലനിർത്തിക്കൊണ്ട് വളരെ സന്തോഷത്തോടും താൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തീർക്കുന്ന കൃതാർത്ഥതയോടെ നമ്മുടെ
എല്ലാവരും ഒന്ന് മെനക്കെട്ടാലല്ലോ ഒരു ഓൾഡ് ഏജ് ഹോമിലും പോകേണ്ട കാര്യമില്ല. ഇന്ന് അച്ഛനമ്മമാരെ ഓൾഡ് ഏജ് ഹോമിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ വിദേശത്തേക്ക് പോവാണ് ജോലിക്ക്, അച്ഛനും അമ്മയും ഒറ്റപ്പെട്ട് അവസാനം ജീവിതം മുഴുവൻ തളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഊർജ്ജമുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഗീതയിൽ കൃഷ്ണൻ പറയുന്ന പോലെ ഏത് വിഭൂതിമത്സത്വം ശ്രീമദ് ഊർജിതമേ വെച്ച ഊർജത്തിൽ ജീവിക്കുന്നതാണ്. അലസനായും അവശനായും ജീവിച്ചത് എന്ത് കിട്ടാനാണ്? ഊർജിതമേ വെച്ച തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം. അതാണ് എൻ്റെ ചൈതന്യം. അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ഊർജമുള്ളവരാണ്. അതാണ് രാ എന്ന അക്ഷരം. മാ മീളനം, ലയിക്കണം. എവിടെ ലയിക്കണം? മനസ്സ് ലയിക്കണം. ആദ്യം മന്ത്രത്തിൽ ലയിക്കണം, പിന്നെ ആത്മശക്തിയിൽ ലയിക്കണം. അപ്പോഴാണ് ജീവിതത്തിൻ്റെ ആസ്വാദ്യത കൂടുക, ജീവിതം ആനന്ദമാക്കിത്തില്ല. താൻ ചെയ്യുന്ന കർമ്മങ്ങളിൽ മനസ്സ് മുഴുകുന്നില്ല. നമ്മൾ എന്തോ ചെയ്യുന്നു, മനസ്സെവിടെയൊക്കെ പോകുന്നു. ഇന്ന് നോക്കൂ, കേരളത്തിൻ്റെ ഒക്കെ അവസ്ഥ അതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഇത്രയും ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്? എന്താ ഒന്നും നടക്കാത്തത്? കാരണം മനസ്സും പ്രവൃത്തിയും തമ്മിലൊരു ബന്ധമില്ല. ഈ മനസ്സിനെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ടുള്ള സംഘർഷങ്ങളാണ് രോഗങ്ങൾ. രോഗം എന്താണെന്നുള്ള ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമിതാണ്. മനസ്സിനെ അവനവൻ ചെയ്യുന്ന കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ, അതിൽ മുഴുകാൻ, അതിൽ ലയിക്കാൻ, അതിൽ രസിക്കാൻ നിങ്ങളൊന്ന് ശീലിപ്പിച്ചു നോക്കൂ, രോഗങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നിങ്ങൾ നോക്കൂ, എത്ര ഊർജ്ജസ്വലതയോടുകൂടിയിട്ടാണ് ഓടി നടക്കുന്നത്. അദ്ദേഹം കൊടും തണുപ്പിൽ നിന്ന് ഇവിടെ വന്ന് ചൂടിൽ നടക്കുന്നു. ഞാൻ ഇന്നലെ ഡൽഹിയിലായിരുന്നു 2 ദിവസം. സഹിക്കാൻ വയ്യാത്ത തണുപ്പ്. ഇപ്പം ഞാൻ വേർക്കുകയാണ്, ആ ശരീരം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. അവിടുത്തെ തണുപ്പും ഇവിടുത്തെ ചൂട് അദ്ദേഹത്തിന് പ്രശ്നമില്ല. കാരണം അത് നിരന്തരമായ സാധനകളിലൂടെ ഒരു വശത്ത് ശരീരത്തിൻ്റെ ഊർജവും മറുവശത്ത് മനസ്സിനെ താൻ ചെയ്യുന്ന കർമ്മത്തിലേക്കും ലയിപ്പിച്ച് ജപത്തിലൂടെ ലയിപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുമ്പോഴുണ്ടല്ലോ ഒരാളിൽ നിന്നും ഉണ്ടാകുന്ന പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കുകൾ. ഇത് സാധിച്ചത് കൊണ്ടാണ് സംസ്കൃതം പോലും അറിയാത്ത രത്നാകരൻ വാൽമീകിയായി 24,000 ശ്ലോകങ്ങളുള്ള ഒരു കാവ്യം രചിച്ചു. ഇന്ന് ക്ലാസ്സുകളിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന സയൻസ് മുഴുവൻ കണ്ടുപിടിച്ചത് പാശ്ചാത്യരാണ്. ഇന്നിവിടെ സയൻസ് എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴൊക്കെ എന്തോ ഇത് പാശ്ചാത്യരുടെ സംഭാവനയിലാണ്. ഐൻസ്റ്റീൻ ആയാലും ശരി, ന്യൂട്ടൺ ആയാലും ശരി, തോമസ് എഡിസൺ ആയാലും ശരി, ഡാർവിൻ ആയാലും ശരി, ഇങ്ങനെ ഒരുപാട്. പക്ഷേ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് കുട്ടിക്ക് പറയാൻ സാധിക്കണ്ടേ, ലോകത്തിന് 24,000 ശ്ലോകങ്ങളുള്ള ആദികാവ്യം രചിച്ച വാൽമീകി അദ്ദേഹം ഇവിടെയാണ് ജനിച്ചത്. ഇത് ലോകത്തിൽ ഇതൊരാൾക്ക് സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഐൻസ്റ്റീൻ്റെ തിയറികളൊക്കെ പലതും മാറ്റിവിടപ്പെട്ടിട്ടുണ്ട് ഇക്കാലത്ത്. ന്യൂട്ടൻ്റെ തിയറിയിലും ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. ഡാർവിൻ തിയറി ഓഫ് കോഴ്സ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചോദ്യം ചെയ്യുമ്പോഴും ഈ 5000 വർഷമായിട്ടും രാമായണത്തിൻ്റെ മാധുര്യവും മഹത്വവും കൂടുക എന്നല്ലാതെ അതൊരിക്കൽ പോലും കുറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളൊരു മഹാൻ ജനിച്ച ഭൂമിയാണ് ഈ ഭാരതം എന്ന് നമ്മുടെ കുട്ടികൾ പറയണ്ടേ? നമുക്ക് അഭിമാനമില്ല. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, സെക്കൻഡ് ലോ ഓഫ് മോഷൻ, തേർഡ് ലോ ഓഫ് മോഷൻ കുട്ടികൾ പഠിക്കും. എന്നാൽ എവരി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് കുട്ടികൾ പഠിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണ്ടേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിക്കണമെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത് ഈ ഭാരതത്തിലെ അതും ഒരു അമ്മയാണ്. വിദ്യാഭ്യാസമില്ലാത്തൊരമ്മയാണ്. തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്ത വരികളാണ്. പറയണ്ടേ? അഭിമാനം വേണ്ടേ? എന്താ മിണ്ടാത്ത നിങ്ങൾ? അഭിമാനം വേണ്ടേ? പക്ഷെ നമ്മുടെ കുട്ടികൾക്കതുണ്ടോ? സത്യം പറയൂ. കാരണം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. ഇപ്പം രാമമാധുര്യം നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, രാമനാമത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചിട്ടില്ല. പല അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുമ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പരമശിവൻ എപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രം രാമമന്ത്രമാണ്. പക്ഷെ അമ്പലത്തിൽ വന്നിട്ട് ആര് രാമനാമം ജപിക്കുന്നു? നമുക്ക് ആ സംസ്കാരം. കാരണം നമ്മുടെ പ്രത്യേകിച്ച് അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, അമ്മമാരാണ് ശരിക്കും പറഞ്ഞാൽ ഗുരുക്കന്മാർ. നിങ്ങളത് മറന്നു പോവുകയാണ്. ഭാരത സംസ്കൃതിയിൽ ആദ്യം തന്നെ അമ്മയ്ക്കാണ് സ്ഥാനം. അതുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി പാടിയത് കൗസല്യ സുപ്രജ രാമ പൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠതര ധനശാർദൂല കർത്തവ്യം ദൈവമാന്വിതം.
അമ്മയാണ് മുഖ്യം. കൗസല്യയുടെ പുത്രൻ എന്നാ പറഞ്ഞത്. ഒരമ്മയിൽ നിന്ന് വേണം കുട്ടികൾക്ക് ഇത്തരം കരുത്ത് കിട്ടാൻ. ഒരമ്മയിൽ നിന്ന് വേണം ഇത്രയും കുട്ടികൾക്ക് ഈ സംസ്കാരത്തിൻ്റെ മഹത്വം അറിയാൻ വേണ്ടിയിട്ട്. അമ്മ മുന്നിൽ തുറന്നാൽ പിന്നെല്ലാം വരികയായി. ശ്രീരാമസ്വാമിയുടെ ചരിത്രത്തിൻ്റെ അവസാനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അശ്വമേധയാഗം ചെയ്യുമ്പോഴാണ് ലവകുശന്മാർ അവിടെ വരുന്നത് രാമായണം പാടിക്കൊണ്ട്. ഈ രാമായണം പാടുന്ന സമയത്താണ് ചോദിക്കുന്നത് ആരാണെന്ന്. അപ്പോഴാണ് ലവകുശന്മാരെ പരിചയപ്പെടുത്തുന്നതും ശ്രീരാമസ്വാമിയുടെ ഉള്ളിൽ, തൻ്റെ ഹൃദയത്തിൽ വലിയൊരു വേദന വന്നു. കാരണം സീതാദേവി വാത്മീകി ആശ്രമത്തിലാണ്, അയോധ്യയിലല്ല. അയോധ്യയിൽ നിന്ന് വിട്ട് ആ വാത്മീകി ആശ്രമത്തിലിരിക്കുമ്പോഴും രാമചരിതം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത ആ സീതയുടെ മഹത്വത്തിന് മുമ്പിൽ എത്ര നമസ്കരിച്ചാലാണ് മതിയാവുക. ശ്രീരാമസ്വാമി ചെന്ന് വാത്മീകി ആശ്രമത്തിൽ ചെന്ന് പറയും, സീതാദേവി എന്നെ അനുഗമിക്കണം, അയോധ്യയിലേക്ക് തിരിച്ചു വരണം. സീതാദേവി പോയി, ഇനി ഞാൻ അയോധ്യയിലേക്കില്ല, ഇനി ഞാൻ അയോധ്യയിലേക്കില്ല. എൻ്റെ ചരിത്രം ഈ രാമായണത്തിൻ്റെ ചരിത്രത്തിൽ വേണ്ട. ഇനി വീണ്ടും ഒരു രാമായണത്തിൽ ഞാൻ രാമൻ്റെ പത്നിയിൽ വരും. ആ ശ്രീരാമസ്വാമിക്ക് സീതാദേവിയോടുണ്ടായിരുന്ന ബഹുമാനം മക്കളെ രാമചരിതം പഠിപ്പിക്കാൻ വാത്മീകി മഹർഷിയെ ഗുരുസ്ഥാനത്തിരുത്തിക്കൊണ്ട് അതിന് പ്രേരണയും പ്രചോദനവും കൊടുക്കുന്ന സീതാദേവി. മനസ്സിലാവുന്നതൊക്കെ ഇന്നും ഉത്തരേന്ത്യയിൽ നമ്മളെവിടെയാണ് രാമ എന്ന് പറഞ്ഞ് ജയ് വിളിക്കുക. ശ്രീരാമചന്ദ്ര ഭഗവാനയ്ക്ക് അവിടെ സിയാവര രാമചന്ദ്രയ്ക്കാണ് സീതാദേവിയാണ് ആദ്യം അവർ സ്മരിക്കുക. സീതാദേവിക്കാണ് ആദ്യം സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. അയോധ്യയിൽ രാമക്ഷേത്രം പണിയുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ ഈ ഒരു സംസ്കാരത്തിലേക്ക് കൊണ്ടുവന്ന് ആദ്യം അവരുടെ ആത്മശക്തി ഉണർത്തുന്ന, അവരുടെ ആത്മധർമ്മം പരിശീലിക്കണം. കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. രാമ മന്ത്രം ചൊല്ലിക്കൊണ്ട് ആ രത്നാകരൻ തപസ്സിരുന്ന് അദ്ദേഹം വാത്മീകി മഹർഷിയെ തീർന്നു. ഒരു മന്ത്രത്തിൻ്റെ അസോസിയേഷൻ കൊണ്ട്, മന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് ഒരു കള്ളനായി നടന്ന ഒരാൾ വാത്മീകി മഹർഷിയെ തീർന്നു. നമ്മൾ പറയും മുല്ലപ്പോമ്പൊടി ഏറ്റുകിടക്കും കല്ലിലുമുണ്ടൊരു സൗരഭ്യം. ഇവിടെ മന്ത്രത്തോട് ഏറ്റുകിടന്ന ഒരു മനസ്സ് ദൈവീക മനസ്സായി, ശക്തിയുള്ളൊരു മനസ്സായി, കഴിവുള്ള മനസ്സായി, കരുത്തുള്ളൊരു മനസ്സായി, കരുതലുള്ളൊരു മനസ്സായി. ഒരു കാലത്ത് മനുഷ്യനെ വേദനിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ രത്നാകരൻ വാത്മീകി മഹർഷിയെപ്പോൾ കുളിക്കാൻ പോകുന്ന സമയത്താണ് ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വേടൻ അമ്പെയ്യുന്നതും ആ വേദന ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ വരികളാണ് മാനിഷാദ പ്രതിഷ്ഠാത്വം അഥമ ശാശ്വതീ സമ ക്രൗഞ്ചമിഥുനാദേവം അവധി കാമമോഹിത. ശാപത്തിൻ്റെ രൂപത്തിലാണ് പറഞ്ഞ് ആ വാക്കുകളെങ്കിലും പിന്നീടാണ് മഹർഷി വിരന്മാർ പറയുന്നത് ഈ 4 വരികളിൽ രാമായണ കഥ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ രാമായണത്തെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം 4 വരികളെ 24,000 ശ്ലോകങ്ങളാക്കി മാറ്റുമ്പോൾ ഈ കഴിവുകളുള്ള ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയത് ആ രാമനാമത്തിൻ്റെ മഹത്വമല്ലേ? നമ്മുടെ കുട്ടികൾ ഇതുപോലൊന്ന് രാമനാമം രാവിലെ എണീറ്റ് ജപിക്കാൻ, ക്ഷേത്രത്തിൽ പോയി 108 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ പരിശീലിച്ചിരുന്നെങ്കിൽ ഇന്ന് എങ്ങനെയുള്ള പ്രതിഭകളായിരിക്കും ഈ എറണാകുളത്തുണ്ടാകുമെന്ന് ചിന്തിച്ചു നോക്കുക. അതല്ലേ നമുക്ക് കാണാൻ ഇല്ലാത്തത്. രാവിലെ അമ്പലത്തിൽ പോകുന്ന ആളുകളെ കുറവ്. നിങ്ങൾ എത്ര പേര് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകുന്നവരുണ്ട്? വളരെ കുറവ്. മക്കളെയും കൊണ്ട് പോകുന്നവർ എത്ര പേരുണ്ട്? 3 പേര്. നിങ്ങൾ ആലോചിച്ചപ്പോൾ നമ്മുടെ ഹിന്ദു അവസ്ഥയാണത്. ഹിന്ദു സംസ്കാരം ക്ഷേത്രം ആയതുകൊണ്ട് മാത്രം ഹിന്ദു ഉണരില്ല. ഇത് ഒന്നാമത്തെ ഒരു വിജയം നമ്മൾ നേടി. കാരണം ക്ഷേത്രം നമുക്ക് ആവശ്യമാണ്. എങ്കിലേ നമുക്കൊരു പ്രതീകമുണ്ടെങ്കിലേ നമുക്ക് ഒരു പ്രചോദനമുണ്ടാകും. അയ്യപ്പസ്വാമിയുടെ ആ ഒരു രൂപം അവിടെ ഉള്ളതുകൊണ്ടാണ് ഒരു പ്രചോദനം ഇന്ന് ഭക്തന്മാർക്കുള്ളത്. ഇതുപോലെ ശ്രീരാമസ്വാമിയുടെ ആ വിഗ്രഹം അവിടെ കാണുമ്പോൾ ഒരു പ്രചോദനമാണ്. പക്ഷെ പരിവർത്തനം നാം തന്നെ ഉണ്ടാക്കണം. പ്രചോദനം തരാൻ വിഗ്രഹങ്ങൾക്ക് സാധിക്കും, പരിവർത്തനമുണ്ടാക്കാൻ അവനവൻ വിചാരിക്കണം. പ്രചോദനം തരാൻ ഒരു കൃഷ്ണനുണ്ടാവും, പക്ഷെ പരിവർത്തനം ഉണ്ടാക്കാൻ ഉദ്ധരേതാത്മനാത്മാനം അവനവൻ തന്നെ മെനക്കണം. അത് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതല്ല, പ്രയത്നിച്ചാൽ കിട്ടുന്നതാണ്, പരിശീലിച്ചാൽ കിട്ടുന്നതാണ്. ഒരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം. ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ മാറ്റം വെറുതെ ഇല്ല, കഴിവുകളുടെ മാറ്റം. ഉള്ളിലുണ്ട് സാധ്യതകൾ,
ഉള്ളിലുണ്ട്, വൈഭവമുണ്ട്, നിധിയുണ്ട്, ഇറങ്ങി ചെല്ലണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് മിത്തുകളല്ല മുത്തുകളാണ്. ഉള്ളിൽ മുത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ. ആ മുത്തുകളെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരണം. ആ മുത്തിനെ ഉണർത്തിക്കൊണ്ടുവരണമെങ്കിൽ ജീവിതത്തിൽ ചില ചിട്ടകൾ മാറ്റണം. അതാണ് രാമായണത്തിലൂടെ രാമനെ നമുക്ക് കാണിച്ചു തരുന്നത്. രാമൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പട്ടാഭിഷേകമൊക്കെ നിശ്ചയിച്ച് അത് മുടങ്ങുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം അതിനെ അഭിമുഖീകരിച്ച് നോക്കുക നിങ്ങൾ? ആ ഒരു ശക്തി ഉണർന്നപ്പോൾ കാട്ടിൽ പോകാൻ എന്താ വിഷമം? കാട്ടിൽ പോകാൻ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. അവിടെയാണെങ്കിലോ കാട്ടിൽ ശ്രീരാമസ്വാമി നേരത്തെ കാട്ടിൽ പോയതുകൊണ്ട് മഹർഷിവര്യന്മാരുടെ ആശ്രമങ്ങളുണ്ട്. എനിക്കൊരു സത്സംഗ ഭാഗ്യം കിട്ടുമല്ലോ എന്നുള്ളതാണ്. എനിക്ക് അവരുമായൊരു സമ്പർക്കം ഉണ്ടാക്കാൻ സാധിക്കുമല്ലോ എന്നുള്ളതാണ്. ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ കുട്ടികൾ വന്നു നോക്കട്ടെ, അല്പം സത്സംഗങ്ങളിലൊക്കെ കുട്ടികൾ പോയി നോക്കട്ടെ. ഒരു കുട്ടിക്കും മാനസികമായ സ്ട്രെസ്സിന് മരുന്ന് കഴിക്കേണ്ടി വരില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മരുന്ന് ഡിപ്രഷനുള്ള മരുന്നാണ്. ഇന്നിപ്പോൾ 2 ദിവസം മുമ്പ് കേരളത്തിലെ മന്ത്രി പറയുകയാണ്, നമ്മുടെ ആരോഗ്യമന്ത്രി പറയുകയാണ്, ഈ മരുന്ന് വാങ്ങിക്കുന്നതിൽ ചില നിയന്ത്രണങ്ങൾ വെക്കേണ്ട സമയമായിരിക്കുന്നു. വായിച്ചു നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടോ? മരുന്ന് വാങ്ങിച്ച് കൂട്ടുന്നതിനൊരു നിയന്ത്രണം. കണ്ടമാനം മരുന്നുകൾ വാങ്ങിച്ച് കൂട്ടുകയാണ് നമ്മുടെ കുട്ടികൾ കഴിക്കുന്നത്. തലവേദന, എവിടുന്ന ഈ തലവേദനയ്ക്ക് അത്ര കയറി വരുന്നുണ്ട്? എന്താ ഇത്രയും മൈഗ്രെയിനൊക്കെ കയറി വന്നത്? കാരണം ജീവിതത്തിൽ ചിട്ടകളും ജീവിതത്തിലൊരു അനുഷ്ഠാനമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, തലയ്ക്കകത്തുണ്ടാകുന്ന ഒരു പരിവർത്തനം ഒരുവിധം രോഗങ്ങളെയൊക്കെ അതെടുത്ത് മാറ്റും. ശ്രീരാമസ്വാമിയുടെ ഈ നാമം ജപിച്ചുകൊണ്ട് രോഗങ്ങളെ മാറ്റാൻ എന്ന് എഴുതിയ ഒരു മഹാനാണ് ഗാന്ധിജി. ഈ പുസ്തകമൊന്നും നമ്മൾ കേട്ടിട്ടേ ഇല്ല. ഇങ്ങനെയൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ തപ്പി നോക്കാം. രാമനാമ ഇസ് എ ഇൻഫാലിബിൾ ക്യൂർ ഫോർ ഓൾ മൈ ഡിസീസ്. നിങ്ങൾക്കറിയാം, രാമനാമം കൊണ്ട് എൻ്റെ രോഗത്തെ ഞാൻ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധിജി എന്ന് പറയുന്ന മഹാൻ. അപ്പം രാമനാമത്തിൻ്റെ മഹത്വം അത്രയും അതിനൊരു ആരോഗ്യം തരാൻ സാധിക്കും, മനസ്സിനൊരു ബലം തരാൻ സാധിക്കും. ഇതൊക്കെയാണ് ശ്രീരാമസ്വാമിയെ ജീവിതത്തെ അഭിമുഖീകരിക്കുന്നതിന് അദ്ദേഹത്തിന് ശക്തി നൽകിയത്. നിങ്ങൾ നോക്കൂ, ഒരു ശ്രീരാമസ്വാമി നമ്മളൊക്കെ ദൈവമായി കാണുന്നു. വാത്മീകി വെറും പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടാണ് കണ്ടിരിക്കുന്നത്. ആ പച്ചയായിട്ടുള്ളൊരു മനുഷ്യൻ നേരിടുന്ന കാര്യങ്ങളെയൊക്കെ അദ്ദേഹം എങ്ങനെ നേരിട്ടു, ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇതാണ് നമ്മളും ചെയ്യാനുള്ളത്. ഇവിടെ കൈകേയി ദേവി രാമനോട് കാട്ടിൽ പോകാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്കൊരു കഥയാണ്. നാളെ ജോലി നഷ്ടപ്പെടുമ്പോൾ അവിടെയാണ് രാമനെ നമ്മൾ ഓർക്കേണ്ടത്. ശ്രീരാമസ്വാമിയോട് കാട്ടിലേക്കാണ് പോകാൻ പറഞ്ഞത്. എനിക്ക് ജോലിയില്ല, എൻ്റെ ജോലിയാണ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിഷമം വന്നു, ഒരു നഷ്ടം വന്നു. അപ്പോഴല്ലേ രാമൻ ചെയ്തതുപോലെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ രാമായണ കഥ വായിച്ചതുകൊണ്ട് നമുക്ക് എവിടെയാണ് പ്രയോജനം വരാൻ പോകുന്നത്? വെറുതെ കഥ വായിക്കലല്ല, ആ കഥയിൽ നിന്ന് ഉൾക്കൊള്ളണം. ശ്രീരാമസ്വാമി നേരിട്ടുണ്ട്, ശരി ഇത് നഷ്ടപ്പെട്ടു, സത്സംഗത്തിന് പോവാം, കുറച്ച് ഇതൊരു ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സത്സംഗങ്ങൾക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ മനസ്സിനെ കാണുമ്പോൾ നഷ്ടമല്ല, ഒരുപക്ഷെ അത് വലിയ നേട്ടത്തിലേക്കുള്ള വഴികളായിരിക്കും. ചെറിയൊരു നഷ്ടം വലിയ നേട്ടത്തിലേക്കുള്ളൊരു വഴികളായിരിക്കും. ആ വലിയ നേട്ടത്തെ നമുക്ക് കാണണമെങ്കിൽ അങ്ങനെ വല്ല സമ്പർക്കങ്ങളും ആരോടെങ്കിലും ഉണ്ടാകട്ടെ. ഇത് പോയി ജോലി പോയി അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കുത്തിയിരുന്ന ഒരു ഭാഗത്തിരുന്ന് മോങ്ങിയിരുന്നാൽ അവസാനം കാണുന്ന വഴികളൊക്കെ വേണ്ടാത്തതായിരിക്കും. ആർക്ക് വേണ്ടി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം? വേണ്ടാത്ത മരുന്ന് എടുത്ത് കഴിച്ച് അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ടാബ്ലറ്റ് 2-3 എടുത്ത് വിഴുങ്ങി കിടന്നുറങ്ങുന്ന ആളുകൾ. നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ അവസ്ഥയാണിത്. പ്രബുദ്ധ കേരളത്തിൻ്റെ അവസ്ഥയാണ്. ആണോ അല്ലയോ? ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ? പറയൂ നിങ്ങൾ. നമ്മുടെ തലമുറകൾ വളർന്നു വരുന്ന അവസ്ഥയാണ്. നമ്മുടെ ഹിന്ദു സമൂഹമാണ് ഏറ്റവും കൂടുതൽ ഇക്കാര്യത്തിൽ വിക്റ്റിമായിക്കൊണ്ടിരിക്കുക. കാരണം ആരും കഴിയില്ല. കാരണം അച്ഛനമ്മമാർ അമ്പലത്തിൽ പോയി മക്കൾക്ക് പോലും പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവർ പോവുകയാണ്. മക്കളെ കൊണ്ട് രാവിലെ ഒന്നോ അല്ലെങ്കിൽ വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ വന്ന് ജപിക്കാൻ ആ സംസ്കാരം നമുക്ക് തിരിച്ചെടുക്കണം. വേണോ വേണ്ടയോ? ഈ നാമ സംസ്കാരം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിരിക്കുന്നു. അത് ഇല്ല, നിങ്ങൾ പറഞ്ഞാൽ സംബന്ധിച്ച് പോയിരിക്കുന്നു. അതിനെ തിരിച്ചെടുക്കണം. വേണ്ടയോ? പറയൂ നിങ്ങൾ. നമ്മുടെ കുട്ടികളിലേക്ക് ഈ സംസ്കാരം കൊണ്ടുവരേണ്ട ആവശ്യമായിരുന്നു. നിങ്ങൾ ഉത്തരേന്ത്യൻ രാജ്യങ്ങൾ അവിടേക്കൊക്കെ പോകുന്നുണ്ടല്ലോ, അവിടെയൊക്കെ ആ നാമത്തിൻ്റെ ഒരു മഹത്വം. ഏത് കൊച്ചു കുട്ടികൾക്കും ഹനുമാൻ ചാലീസ എന്ന് പറഞ്ഞാൽ അവരുടെ രക്തത്തിലുള്ളതാണ്. ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ അവരുടെ ധീര പരാക്രമിയാണ്, പുരുഷനാണ്, ശക്തിയാണ്. നിങ്ങൾ കേട്ട് കാണും, ഗാൽവിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ചൈനക്കാര് നമ്മുടെ പട്ടാളക്കാരെ ആക്രമിച്ചു. 10-20 പേര് നമുക്ക് നഷ്ടപ്പെട്ടു. അന്ന് ചൈനക്കാർ ലംഘനം നടത്തി. കാരണം പണ്ട് ജവഹർലാൽ നെഹ്റു ഉള്ള സമയത്ത് ഒരു കരാറ് വെച്ചിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ആയുധം എടുക്കരുതെന്ന്. പക്ഷെ അവന്മാർ ഈ പട്ടികയിലൊക്കെ ആണിയൊക്കെ അടിച്ച് നമ്മുടെ പട്ടാളക്കാരെ അവർ ഉപദ്രവിച്ചു.
ആദ്യം നമ്മുടെ പട്ടാളക്കാർ നിയമം ലംഘിക്കാൻ പാടില്ലല്ലോ, കാരണം കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമമാണ് ആയുധം എടുക്കരുത്. നമ്മുടെ ആളുകൾ മരിക്കുകയാണ്. അവിടെ താഴ്വാര അതിലുള്ള ആ നദിയിലേക്ക് സൈന്യത്തിനെ പിടിച്ചിട്ട് നമ്മുടെ ആൾക്കാരെ കൊടും തണുപ്പ് തണുപ്പെന്ന് പറഞ്ഞാൽ കാല് വെച്ചാൽ ഉള്ളിലെ എല്ലിനുള്ള മജ്ജ വലപിക്കും, അത്രയും തണുപ്പ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് അത്ര ഉറപ്പായിട്ട് പറയാൻ പറ്റും. ആ സ്ഥലത്താണ് പിടിച്ചിടുന്നത്. അതിനിടയ്ക്ക് ഒരു പട്ടാളക്കാരൻ ഒരു വിളിയാണ്, ബജറംഗ ബലി. ഈ ബജറംഗ ബലി എന്ന് പറഞ്ഞാൽ പിടിച്ച വീട്ടിലെ പിന്നെ അവർ അത്രയും ആവേശമാണ് അവർക്ക്. ബജറംഗ ബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രക്തം തിളയ്ക്കും. വെറും 10-20-30 പട്ടാളക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അവർ 150ഓളം പട്ടാളക്കാർ പേടിച്ചോടുകയായിരുന്നു അവർക്ക്. എന്താണെന്നറിയില്ല, ഇതൊരു ശക്തിയാണത്. ഇത് എവിടുന്ന് വരുന്നതെന്നറിയില്ല. ഇതിലെന്തെങ്കിലും ഒരു അത്ഭുതമാണ്. എനിക്ക് ഈ കാര്യങ്ങൾ പറയുമ്പോഴല്ലോ ഇത്തിരി രോമാഞ്ചം വരും. പരാശരൻ എന്ന് പറയുന്ന വക്കീലായിരുന്നു സുപ്രീം കോടതിയിൽ രാമജന്മഭൂമി കേസിന് വേണ്ടി അറ്റൻഡ് ചെയ്തത്. പരാശരൻ, അദ്ദേഹത്തിന് 90 വയസ്സ്, 98 വയസ്സായി പരാശരൻ. അദ്ദേഹം ജഡ്ജ്മെന്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണണം. ഈ പരാശരൻ പറഞ്ഞൊരു കാര്യം, അറൗണ്ട് 8 PM I could see some monkeys are coming there. അവിടെ രാത്രി 8 മണിക്കൊന്നും മങ്കികൾ വരാത്താണ്. അത് വന്നിട്ട് ഇറ്റ് കെയിം ഓവർ മൈ ഹൗസ്. വീടിൻ്റെ മുകളിൽ ഭയങ്കരമായി ശബ്ദിച്ചു. എനിക്ക് ശരീരം മുഴുവൻ രോമാഞ്ചം വന്നുകൊണ്ട് ഞാൻ കണ്ണീരിൽ പൊഴിക്കുകയായിരുന്നു. രാമൻ്റെ ജഡ്ജ്മെന്റ് കഴിഞ്ഞ് വരികയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്താണെന്നുള്ളത് അത്ഭുതം തന്നെയാണ്. ഇതുപോലെയാണ് ബജറംഗ ബലി എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉത്തരേന്ത്യക്കാരെ പിടിച്ചാൽ കിട്ടില്ല. അവർക്കൊരു ഭയങ്കരമായ ശക്തിയാണ്, ഊർജമാണ്. കേരളത്തിലാണ് വന്ന് പറഞ്ഞതെങ്കിൽ ജയ് ഹനുമാനിക്ക് എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് വട കിട്ടുക എന്നതാണ്. നമ്മൾ വടയുടെ നിന്നാലിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് വടയാണ് ഹനുമാൻ സ്വാമി. മനസ്സിലാവുന്നല്ലോ, ശരിയാണോ ഞാൻ പറയുന്നത്? നമുക്ക് വടയായിപ്പോയി. നമുക്ക് ആ വട കിട്ടിക്കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി. ഇതാണ് നമ്മൾ കേരളക്കാർ വളരെ പുറകിലാണ് നാമത്തിൻ്റെ കാര്യത്തിൽ. ഒന്ന് ഊർജത്തോടുകൂടി തിരിച്ചു വരണം. വേണം എത്ര പേർക്ക് തോന്നുന്നുണ്ട്? അടുത്തൊരു തലമുറയെങ്കിലും രക്ഷപ്പെടണം. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ മുസ്ലിം സമുദായത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്. കാര്യം അവരെയൊക്കെ പല കാര്യത്തിലും കുറ്റപ്പെടുത്തുമെങ്കിലും നിങ്ങൾ നോക്കിയല്ലോ, ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽ പോയി നോക്കൂ നിങ്ങൾ, പ്രായമുള്ളവരെ അവർ വലിച്ചെറിയുക. അവരൊക്കെ വീടുകളിൽ നിന്ന് പ്രായമുള്ളവരെ കാണാം. എന്നാൽ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഗുരുവായൂർ പോയി നോക്കൂ നിങ്ങൾ, കാണാൻ പ്രായമുള്ളവർ വേണ്ടാതെ കൊണ്ട് വീക്ഷിച്ചിട്ടുള്ളത്. ഓരോ വൃദ്ധാലയങ്ങളിലും പോയി നോക്കൂ നിങ്ങൾ, പ്രായമുള്ളവരെ വീക്ഷിച്ചിട്ടുള്ള നോക്കാനാവില്ല. എന്തെങ്കിലും സംഭവിച്ചു നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ. കാരണം അവർ കുട്ടിക്കാലത്തിന് കുട്ടികളുമായിട്ട് ഒരു മതബോധം ഉണ്ടാക്കുന്നത്. അമ്മമാർ കുട്ടികളെ തയ്യാറാക്കുന്ന മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ ആ കുട്ടികൾക്ക് ഇഷ്ടമല്ലെങ്കിലും പിന്നെ അവർ ആ മതബോധം ഉൾക്കൊള്ളുമ്പോൾ തങ്ങൾക്ക് ഈ മതബോധം തന്ന അമ്മയെയും അച്ഛനെയും വലിച്ചെറിയാൻ അവർക്ക് തോന്നുന്നില്ല. നമ്മളാണെങ്കിൽ വളരെ പ്രബുദ്ധരും സാക്ഷരതയോ രാക്ഷസയോ എനിക്കറിയില്ല, അതിലേക്ക് ഉന്നതിയിൽ നിൽക്കുന്നവരാണ്. എന്നാൽ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യന് വേണ്ടാത്തവരായി ഹിന്ദു സമൂഹം മാറിക്കൊണ്ടിരിക്കും. ആണോ അല്ലേ? അറിയൂ നിങ്ങൾ, ഇത് മാറ്റമുണ്ടാക്കണമെങ്കിൽ നമ്മൾ തുടങ്ങണം. രാമക്ഷേത്രം തുടങ്ങിക്കൊണ്ട് ഭാരതത്തിനും ലോകത്തിനും ഒരു പുതിയൊരു കാൽസ്റ്റെപ്പാണെങ്കിൽ, ഒരു പുതിയ കാൽവെപ്പാണെങ്കിൽ നമുക്കൊരു പുതിയ ജീവിത ചരിത്രം ഉണ്ടാക്കണം. ധൈര്യത്തിൻ്റെ, ശക്തിയുടെ, അതുപോലെ മനഃശാന്തിയുടെ, മനസമാധാനത്തിൻ്റെ. വേണ്ടയോ? ഇത് താൻ വരിക, മെനക്കെട്ടാൽ തന്നെ വരുള്ളൂ. ശ്രീരാമസ്വാമി ഇത് നേടിയെടുത്തത് നിങ്ങൾ വിചാരിക്കുന്ന ദൈവമായിട്ടാണെന്ന്. അദ്ദേഹം പരിശ്രമിച്ചതുകൊണ്ടാണ്, പരിശീലിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം നേരെ ആശ്രമങ്ങളിലേക്ക് പോയി. ആ ആശ്രമങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു കഥയുണ്ടല്ലോ, നിങ്ങൾക്ക് താടകാവധം എന്നുള്ളൊരു ഭാഗം. ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഈ കണ്ട വേണ്ടാത്ത എന്താണ് പറയുക ചാനലും കണ്ട് മുതിർന്നവർ സമയം കളയരുത്. ഉള്ള സീരിയലോ, പണ്ടൊക്കെ സീരിയലായിരുന്നു, ഇപ്പോൾ ഒടുക്കത്തെ ചർച്ചയാണ്. ഇത് കണ്ട് സമയം കണ്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഒരു അന്തരീക്ഷം, ഒരു ഊർജം, അത് ഈ വേണ്ടാത്ത ശബ്ദ തരംഗങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവിടെ വേണ്ടാത്തതൊക്കെ തോന്നുള്ളൂ മനുഷ്യന്. ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ കുറച്ചെങ്കിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകണമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ രാമായണോ അങ്ങനെയൊക്കെ ഉള്ളത് വായിച്ച അന്തരീക്ഷം അങ്ങനെ ആക്കിയെടുക്കണം. ഒരു വിനീതമായ അപേക്ഷയാണത്.
കാരണം നിങ്ങൾ നോക്കൂ, ഒരാൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. ഒരുപക്ഷെ നിങ്ങളതിനെ എത്ര വില വയ്ക്കില്ല. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി എല്ലാം മോഷ്ടിച്ചെടുത്ത് കൊണ്ടുപോയി. ആ കള്ളൻ പോയതിൻ്റെ ആ ശരീരത്തിലുള്ളൊരു വാസന, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രോഗം ഒരു 3-4 ദിവസം കഴിഞ്ഞാലും അവിടെ ഉണ്ടാവില്ല. ഒരു പോലീസായെ കൊണ്ട് മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കള്ളൻ്റെ ശരീരത്തിലെ ഒരു വാസന അവിടെ നിൽക്കില്ലയോ, ഉണ്ടാവില്ലയോ? നോക്കൂ, ആ കള്ളൻ പോയി അവിടെ ചന്ദനത്തിരി കത്തിച്ച് കാണും, അവിടെ പലതും പല ഫാനിൻ്റെ കാറ്റൊക്കെ വന്നിട്ടോ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കാറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നതായിരിക്കുക. എന്നാലും ആ വാസന അവിടെ ഉണ്ടാകുമോ? ആ സ്മെല്ല് അവിടെ ഉണ്ടാകുമോ? ഉണ്ടാകുകയില്ലയോ? ഉണ്ടാകും. ഇതുപോലെയാണ് ഈ ശബ്ദ തരംഗങ്ങൾ. ആ അന്തരീക്ഷത്തിൽ ശബ്ദ തരംഗങ്ങളാണ്. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും രാമനാമം ജപിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ വന്നിരിക്കുന്നവർക്ക് പോലും തോന്നും, ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ടല്ലോ, ഒരു സമാധാനം തോന്നുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ആ സ്ഥലത്ത് അക്രമ ചിന്തകൾ തോന്നും. ശ്രീരാമസ്വാമി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ നടക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയുകയാണ്, ഇവിടെ എന്താ മഹർഷി, വലിയൊരു ഭയം തോന്നുന്നു, എന്താ ഇവിടുത്തെ ഒരു അന്തരീക്ഷം ഇങ്ങനെ? അപ്പോഴാണ് പറയുന്നത്, അവിടെയാണ് താടക വസിക്കുന്നത്. അവളെ പേടിച്ചാലും ആ വഴി നടത്തിയില്ല. നിങ്ങൾ നോക്കൂ, ശ്രീരാമസ്വാമി ശ്രദ്ധിക്കണം, താടകയെ കണ്ടിട്ടില്ലേ? താടകയെ കാണാതെ ആ സ്ഥലത്തുകൂടെ നടക്കുമ്പോഴാണ് താടകയുടെ ഒരു ഊർജം അവിടെ ഫീൽ ചെയ്യുന്നത്, ഭയപ്പാടുണ്ടാക്കുന്ന ഊർജം. അപ്പം താടക എവിടെയാണ് ഇരിക്കുന്നെങ്കിലും താടക സഞ്ചരിക്കുന്ന ആ സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഭയപ്പെടുത്തുന്ന ഊർജം നിറച്ചുകൊണ്ടാണ് താടക പോയതെന്ന് രാമായണത്തിൽ ആ വരികൾ നമുക്ക് നോക്കിയാൽ കാണാം. പിന്നീടാണ് ഞാണ് വലിക്കുമ്പോഴാണ് താടക ഇറങ്ങി വരുന്നത്. ആണോ അല്ലയോ? കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആണോ? മനസ്സിലാവുന്നത് നിങ്ങൾക്ക്? അപ്പോൾ ഇതൊന്നും എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെയൊക്കെ ആ വീടുകളിൽ അങ്ങനെ ഒരു ഊർജം നിറയ്ക്കാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിൽ വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമം ഒക്കെ കൊണ്ടു നടക്കുകയാണെങ്കിൽ കാണാം നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നൊരു മാറ്റം. ഇതൊക്കെയാണ് രാമൻ ശീലിച്ചത്. അതിനാണ് ആശ്രമങ്ങളിൽ പോയത്. എന്നിട്ട് രാമൻ പോകുന്നു. അങ്ങനെ ആദ്യം ചിത്രകൂടത്തിൽ അവിടെ വെച്ച് അച്ഛൻ മരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. അത് കേൾക്കുന്ന സമയത്ത് ശ്രീരാമസ്വാമി മൊഹാലിസ്യപ്പെടുന്നതും അച്ഛന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ആ ഒരു അച്ഛനോടും പിന്നീട് ശ്രീരാമസ്വാമിയുടെ അമ്മമാരോടും, ഒരമ്മയല്ല 3 പേരെയും എത്ര ബഹുമാനത്തോടു കൂടിയിട്ടാണ് രാമൻ കാണുന്നത്. അമ്മമാരോട് ഇത്രയും ശ്രീരാമസ്വാമിക്കുണ്ടായൊരു ബഹുമാനം അവിടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എവിടെയാണോ അമ്മമാർ പൂജിക്കപ്പെടുന്നത്, എവിടെയാണോ പ്രായമായവരെ ആദരിക്കുന്നത്, ആ ഒരു സമൂഹമാണ് ഏറ്റവും സംസ്കാര സമ്പന്നമായ ഒരു സമൂഹം. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, ശ്രീരാമസ്വാമി അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമാണ്. അതായത് രാവണവധം കഴിഞ്ഞിട്ട് സീതാദേവിയെ കൊണ്ടുവരുന്ന രംഗമുണ്ട്. അപ്പം രാവണവധം കഴിഞ്ഞു, ഹനുമാൻ സ്വാമി പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, സീതാദേവി അവിടെ പറയൂ, എല്ലാം കഴിഞ്ഞു, രാവണനെ വധിച്ചു എന്നുള്ള രംഗമൊക്കെ ഇത് ചെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പ്രതിവചനം എന്താണ് പറയുന്നത്? എത്രയും വേഗം ആര്യപുത്രനെ കാണാൻ. ഒരു കുറേ രംഗങ്ങളുണ്ട് കേട്ടോ. സീതാദേവി അത് കേൾക്കുമ്പോൾ വളരെ സന്തോഷം കൊണ്ട് കുറേ കരയും, ഒന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടൊക്കെ ഉള്ളൊരു വിഷമമൊക്കെ കാണിക്കും. എന്നിട്ട് പറഞ്ഞു, എത്രയും വേഗം ആര്യപുത്രനെ എടുക്കണം. അപ്പോഴാണ് ശ്രീരാമസ്വാമി ഭീഷണോട് പറയുന്നത്, സീതാദേവിയോട് കുളിച്ച് സർവ ആഭരണ വിഭൂഷിതയായിട്ട് വരുന്നു. അപ്പോൾ സീതാദേവി പറയും, എനിക്ക് ഈ രൂപത്തിലൊന്ന് രാമനെ കാണണമെന്നുണ്ടെന്ന് പറഞ്ഞു. ദേവി എന്താണ് രാമൻ പറഞ്ഞത് അതനുസരിക്കൂ ദേവി. അങ്ങനെ രാമൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് സർവാഭരണ വിഭൂഷിതയെ പുതിയ സാരി കൊടുത്തിട്ട് വരികയാണ്. പല്ലക്കലാണ് വരുന്നത്. ആ പല്ലക്കൽ അങ്ങനെ കൊണ്ടുവരുമ്പോൾ വാനരന്മാർക്കൊക്കെ വലിയ ഒരു ഇത് കാണാനുള്ളൊരു മോഹം. സീത എങ്ങനെ ഇരിക്കും? കാരണം കുറേ ദിവസമായി സീതയ്ക്ക് വേണ്ടി യുദ്ധം തുടങ്ങാൻ അവർ സീതാദേവി കണ്ടിട്ടില്ല.